ഇവിടെയാണ് മാട്ടുപ്പെട്ടി ഡാമിലേക്കും വട്ടവട ഹിൽ പോയിന്റിലേക്കുമുള്ള ബസ് നിർത്തുന്ന സ്റ്റോപ്പ്. പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും അതുപോലെ തന്നെ പ്രിയദർശിനി ബസ്സും ഇവിടെ നിർത്താറുണ്ട്. ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്ററാണ് മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ളത്. മാട്ടുപ്പെട്ടി ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വട്ടവടയിലേക്ക് പോവാം. ഇവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ നിറയെ തേയിലത്തോട്ടങ്ങളാണ് ഉള്ളത്. അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏകദേശം 15 മിനിറ്റ് കൊണ്ട് മാട്ടുപ്പെട്ടി ഡാമിലെത്തി. അതിൻ്റെ തൊട്ടടുത്ത് എൻട്രൻസിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. 2 വീലറിന് 10, 3 വീലറിന് 10, 4 വീലറിന് 20, വാൻ ആൻഡ് ടെമ്പോ 30 എന്നിങ്ങനെയുള്ള ഒരു പാർക്കിംഗ് ആൻഡ് ബോട്ടിങ്ങിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ നിറയെ ഭംഗിയുള്ള പൂക്കളുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് നടന്നാൽ നമുക്ക് കാണാം 2 സൈഡിലായിട്ട് നിറയെ കളിപ്പാട്ടങ്ങളും മറ്റ് പലതരം ഐറ്റംസുകളും ഒക്കെ ഉള്ള കടകളൊക്കെ കാണാം. അങ്ങനെ കയാക്കിങ്ങും ബോട്ടിങ്ങും കുറച്ചു നേരം ആസ്വദിച്ചു. ഈ മഴക്കാലത്ത് ഡാമിൽ വെള്ളം വളരെ കുറവാണ്, എന്നാലും കുറച്ചു നേരം സമയം ചെലവഴിക്കാനൊക്കെ നല്ല സ്ഥലമാണ്. പടൽ ബോട്ടിങ്ങിന് ഇവിടെ 400 രൂപയാണ്. അതിൽ 2 മുതിർന്നവർക്കും ഒരു കുട്ടിക്കുമാണിത്. ഇത് കൂടാതെ ഇവിടെ കുതിര സവാരിയുണ്ട്. കുതിര സവാരിക്ക് ഒരാൾക്ക് 100 രൂപയാണ്. പിന്നെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ സമയം ചെലവഴിച്ച്. ഞായറാഴ്ചകളൊക്കെ ഇവിടെ അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരിക്കും. ഇനി നമുക്ക് പോകാനുള്ളത് വട്ടവടയിലേക്കാണ്. ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. വഴിയോരങ്ങളിലൊക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. 5 ചേട്ടാ. 5 ബലൂൺ പൊട്ടിച്ച 50 രൂപ. 6 ബുള്ളറ്റ് 50 രൂപ. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ്. വട്ടവടയിൽ ആ പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ടാണ് പോവാം. ഇപ്പോൾ നമ്മൾ വട്ടവടയ്ക്കുള്ള ബസ്സിലാണ് പോകുന്നത്. മാട്ടുപ്പെട്ടിയിൽ നിന്നും 35 കിലോമീറ്ററാണ് വട്ടവടയ്ക്കുള്ളത്. ഒരാൾക്ക് 60 രൂപയാണ് ബസ് ചാർജ്. ഈ കാണുന്നതാണ് എക്കോ പോയിന്റ്. ഇവിടെ ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ വെച്ചാൽ ഇവിടെ ഇറങ്ങിയാൽ കുറേ സമയം ഇതിനകം പോകും. അതുകൊണ്ട് നേരെ വട്ടവടയ്ക്ക് വിടാനുള്ള പരിപാടിയാണ്. അങ്ങനെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ പ്രകൃതി സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് വട്ടവട ലക്ഷ്യമാക്കി ബസ് മുന്നോട്ട് കുതിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വട്ടവടയിലെത്തിയിട്ടുണ്ട്. വട്ടവടയിൽ നിന്ന് ഇനിയിപ്പോൾ വ്യൂ പോയിന്റിലേക്കൊക്കെ ഇറങ്ങാനുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒരാൾ പറഞ്ഞു തരുമോ? നമുക്ക് ഈ വട്ടവട എന്ന് വെച്ചാൽ നമുക്ക് വട്ടവടയിൽ കാണാന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട്. ഒരഞ്ഞക്കരന്റെ സ്ട്രോബെറി തോട്ടം ഉണ്ട്. പിന്നെ നായാട്ട് ഷൂട്ട് ചെയ്തില്ല, അതിന്റെ ഷൂട്ടിംഗ് മത്സരത്തിന്റെ വ്യൂ കാണാം. വെള്ളച്ചാട്ടം, ഒരു ട്രൈബൽ ഏരിയ, വ്യൂ പോയിന്റ്, മ്യൂസിയം, അങ്ങനെ ഈ മല മൊത്തം ചുറ്റിക്കറങ്ങി കണ്ടുവരുന്നതാണ്. ഇതാണ് നോർമൽ ട്രിപ്പ് വരുന്നത്. ഒരു ജീപ്പിൽ എത്രയാള് പോകും? ജീപ്പിലെ നമുക്ക് 5+1 ആണ് കപ്പാസിറ്റി. നമ്മൾ 8 പേര് വരെ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ആ വ്യൂ പോയിന്റിലേക്കാണ് പോകാനുള്ളത്. 2 മണിക്കൂർ യാത്രയാണ് അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കോവിലൂർ റിസോർട്ട്. സ്വിമ്മിംഗ് പൂള്, പാർക്ക്, പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം സ്റ്റാർട്ടിങ് വരുന്നത് 7,000 രൂപ. 7,000. ഇത് ഇവിടുത്തെ ലോഡ് യൂക്കാലി മരങ്ങളിൽ കയറ്റി പോകുന്ന ലോറികളാണ്. തടികളൊക്കെ ഈ ലോറിയിലുണ്ടോ? ഇത് വട്ടവട വില്ലേജ്. ഇത് ശരിക്കും എത്ര കിലോമീറ്റർ ഓടാനുണ്ടാവും? നമുക്കൊരു 28 കിലോമീറ്റർ ഒക്കെ ഓടാറുണ്ട്. 28 കിലോമീറ്റർ. ഫ്രൂട്ട്സ് ഒക്കെ വേണേട്ടാ. ഫ്രൂട്ട്സ് എന്താണോ? നമ്മളുടെ ചേച്ചിന്റെ ഷോപ്പാണോ, മേടിച്ചോ. വട്ടവടന്റെ മാതുലം ഉണ്ട്, പിന്നെ അവക്കോട ഉണ്ട്, എല്ലാം ഉണ്ട്. റിട്ടേൺ ഈ വലിയല്ല പറഞ്ഞേ അല്ല. അത് 2 പഴം എടുക്കാം. ഈ ഫ്രൂട്ട്സ് ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ആയിരിക്കും അല്ലേ? ഇവിടെ നമുക്ക് ആദിവാസിന്റെ ഹില്ലറിന് മേടിച്ചിട്ട് വന്നതാണ്. ട്രൈബൽസ് ഏരിയയിൽ മാത്രം തന്നെ ഈ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പാമ്പാടിഞ്ഞോല നാഷണൽ പാർക്കിലെ ആ ചെക്ക് പോസ്റ്റ് തൂക്കിവിട്ട് തൊട്ട് വട്ടവട സ്റ്റാർട്ടിക്കാണ്. നമുക്ക് ഇതിൽ ഒരു 13 വാർഡുകളും ഒരു 5 വില്ലേജാണ് മെയിനായിട്ട് പറഞ്ഞത്. ഈ 5 വില്ലേജ് എന്ന് പറഞ്ഞാൽ കോവിലൂർ, കൊട്ടാമ്പൂർ, പളത്തോട്ട്, ചിലന്നിയാറ്, വട്ടവട. നമ്മൾ 4 വില്ലേജിന്റെ കൂട്ടത്തിൽ ഓടിക്കും. ജസ്റ്റ് ആ വില്ലേജിന്റെ വ്യൂ മാത്രം കാണുന്നതാണ്. അതാണ് ഈ അഭിമന്യു അല്ലേ, അവന്റെ വില്ലേജ്. അവൻ ജനിച്ചു വളർന്നത് ഫുള്ള് ആ വില്ലേജിൽ കാണും. അവന്റെ കൃഷിപ്പാടുകളൊക്കെ താഴത്തോട്ട് തന്നെ ഉണ്ട്. അവന്റെ പണ്ടുള്ള വീടൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് നായാട്ട് ഷൂട്ട് ചെയ്തില്ലേ, അവരവിടെ നിന്ന് വന്ന് താമസിക്കുന്ന സീനൊക്കെ ആ ഏരിയയിലാണ് ചെയ്തത്. കുഞ്ഞാക്കോപ്പും ജോയ് ജോർജൊക്കെ ഉള്ള സിനിമയാണ്. അവരവിടെ നിന്ന് വന്ന് താമസിക്കുന്ന സീനൊക്കെ ആ കൃഷിപ്പാടിന്റെ നടുക്ക് ഒരു വലിയ മരം കാണുന്നില്ലേ, അതിന്റെ താഴെയുള്ള ചെറിയ മഡോസിനാണോ അവര് വന്ന് താമസിക്കുന്ന സീനൊക്കെ ഷൂട്ടാക്കിയത്. പിന്നെ ആ മരത്തിന്റെ ഇടയ്ക്ക് കയറി പോകുമ്പോ ഒരു പഴയ കറങ്ങൽ കെട്ടിടമുണ്ട്.
ആ കറങ്ങൽക്കട്ടടത്തിലാണ് അവർ തൂങ്ങി മരിക്കുന്ന സീനൊക്കെ ഷൂട്ടാക്കിയത്. നമുക്ക് ഈ വില്ലേജിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഓഫ് റോഡ് പോയാൽ നമുക്ക് ആ ഏറ്റവും ടോപ്പിൽ ഒരു പുൽമേട് കാണുന്നല്ലേ, അതിന്റെ നടുക്കുള്ള ഒരു ഷെഡൊക്കെ കാണുന്നില്ല, അതാണ് തമിഴ്നാട്ടിന്റെ ബോർഡർ. അത് കളഞ്ഞിട്ട് ഒരു 3 കിലോമീറ്റർ തമിഴ്നാട്ടിന്റെ ഓഫ് റോഡ്. ഇത് തീർന്ന സ്ഥലമാണ് ക്ലാവര എന്ന് പറയും. നമുക്ക് ക്ലാവരയിൽ നിന്ന് ക്ലാവര, പൂണ്ടി, മണ്ണമ്മനൂർ, പൂമ്പാര ഒരു ഫൈൻ ഫോറസ്റ്റ് കടന്ന കൊടൈക്കനാലിന്റെ ടൗണിലോട്ട് തന്നെ എത്തിച്ചേരാം. അത്രയ്ക്ക് ഷോർട്ട് കട്ട് റൂട്ടുകളാണ് വട്ടവടയിൽ പറഞ്ഞത്. ഇവിടെ നിന്ന് വട്ടവട ടു കൊടൈക്കനാൽ റോഡ് ഇതാണ്. ഈ മലേന്റെ അപ്പുറത്ത് തമിഴ്നാട്, ഇങ്ങോട്ട് കേരളമാണ് പറഞ്ഞത്. താഴെ കാണുന്നത് ഫുള്ള് കൃഷിപ്പാടുകളാണ്. ഈ തട്ടായിട്ടുള്ള കൃഷിത്തോട്ടങ്ങളാണ്. നമുക്ക് ഇവിടെ മെയിൻ വന്നിട്ട് കൃഷിയിലെ മെയിൻ വെളുത്തുള്ളിയ. അതൊക്കെ വെളുത്തുള്ളി കൃഷി. ഫ്രൂട്ട്സിലെ ഫേമസ് വന്നിട്ട് സ്ട്രോബെറി. എല്ലാ കുറെ കൃഷികളൊക്കെ ഉണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ബട്ടർ ബീൻസ്, സോയാബീൻസ്, സെലക്ഷൻ, അങ്ങനെ ഒത്തിരി വെറൈറ്റീസുകളൊക്കെ ഉണ്ട് വെജിറ്റബിൾസിന്. എന്റെ ട്രൈബൽസ് ഏരിയ ഇതാണോ. ഇപ്പോൾ ഈ മൂപ്പൻ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അവർക്കുള്ള ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജാണ്. നമ്മൾ തമിഴ്, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ കുറെ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ വന്നിട്ട് ലിബിയ അല്ല, ഒരു എഴുത്തൂരായിട്ടുള്ള ലാംഗ്വേജ് അല്ല, ജസ്റ്റ് സംസാരിക്കുന്ന ഒരു ഭാഷയില്ലോ. ആ മല തൊട്ട് താഴെ തോട് വരെ അവരുടെ കൃഷിപ്പാടുകളാണ്. ഈ മലേന്റെ ബാക്ക് സൈഡിലാണ് വട്ടവട ടു കാന്തല്ലൂർ റോഡുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് വട്ടവടയിലെ ഏറ്റവും ഉയരത്തിലുള്ള വ്യൂ പോയിന്റിലാണുള്ളത്. ഏകദേശം 6500 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ വ്യൂ പോയിന്റിലെ മനോഹരമായ കാഴ്ചകളെ കണ്ട് താഴോട്ടിറങ്ങി. നമ്മളിനി താഴോട്ടിറങ്ങുന്ന മറ്റൊരു റൂട്ടിലാണ്. ഇതും ഒരു ഓഫ് റോഡ് റൂട്ടാണ്. ഇനി നമുക്ക് പോകാനുള്ളത് സ്ട്രോബെറി ഫാമിലേക്കാണ്. ആ കാണുന്നതാണ് സ്ട്രോബെറി ഫാം. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്ന സ്ട്രോബെറി ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അതുകൂടാതെ സ്ട്രോബെറിയുടെ കുറെ പ്രോഡക്ട്സും അതും ഇവിടെ ഈ കൗണ്ടറിൽ നിന്ന് തന്നെ കിട്ടും. ബൈന്, ജാമ് അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഇവിടെ നിന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ യാത്ര തുടർന്നു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്ന്. ജീപ്പിൽ നിറങ്ങി ഒരു 10 മിനിറ്റ് ഏകദേശം നടക്കാനുണ്ടാവും. വാട്ടർഫാൾസും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വട്ടവട ഹണി മ്യൂസിയത്തിലേക്കാണ്. 4:30 ഒരു KSRTC ഉണ്ട്. അതിന് കുറച്ച് സമയം കാത്തിരുന്നു. ഏതാണ്ട് 4:45 ആകുമ്പോഴേക്കും ബസ് എത്തി. പ്രിയദർശിനി ബസ്സായിരുന്നു അത്. സ്ത്രീകളായിരുന്നെങ്കിൽ ഫ്രീ ആയനെ. 71 രൂപയും കൊടുത്ത് മൂന്നാറാക്കി ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു.